ഞാനൊരു പുതിയ സൈറ്റ് ചൂണ്ടിടാൻ വന്നത്. ഇവിടെ വന്നപ്പം ഏകദേശം ഒരു വൈകുന്നേരം പരുവമായി. ഇവിടെ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതലും കിട്ടുന്ന പൂലയാണ്. ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുള്ളതാണ്. ഇവിടെ എന്തായാലും ഇപ്പോൾ വന്നപ്പോൾ ആളില്ല. സൂര്യനൊക്കെ വീട്ടിൽ പോകാറായി. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് കൊഞ്ചും മേടിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആ കൊഞ്ച് ഇപ്പം തന്നെ തീരാറായി. ഇടുന്ന ഉടനെ മീനങ്ങ് കൊത്തിക്കൊണ്ട് പോവുക. പക്ഷേ അത് ചൂണ്ടയിൽ ഉടക്കുന്നില്ല മീനൊന്നും. പൊങ്ങിട്ടേക്കുന്നത് പൊങ്ങ് നല്ലൊരു താന്നു പോകുന്നത് കാണാം. നമ്മൾ വെട്ടിച്ചെടുക്കുമ്പം മീനൊന്നുമില്ല. അപ്പോഴത്തേക്കും കൊഞ്ചെല്ലാം മീൻ കൊണ്ടുപോയി. പക്ഷേ ചില സൈറ്റിലൊക്കെ എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയും മൈദയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കരിമീനും പൂലായും എല്ലാം കിട്ടും. പക്ഷേ ഇവിടെ ഇട്ടനൊക്കെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കരിമീൻ ഓടുന്ന കാണാം. കരയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കരിമീൻ വല്ല വലിയ കരിമീനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഒരു കരിമീൻ പോലും എൻ്റെ ചൂണ്ടയിലൂടെ കിട്ടില്ല. അതിനെ പിടിക്കാൻ പല പണി നോക്കിയാലും ഒരു കരിമീൻ പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ നിന്ന്. ഓരോ പ്രാവശ്യം മീൻ കുളത്തിൽ ചൂണ്ട പൊക്കുമ്പോഴത്തേക്കും നെഞ്ചത്തൊരു ഇടുപ്പാണ്. കാരണം പൂലയല്ലേ കിട്ടുന്നത്. അതിൻ്റെ ഒരു പേടിയാണ് ഞാൻ ഈ തുള്ളി കളിക്കുന്നത്. മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. കാര്യം കൈ വയ്യാത്തതുകൊണ്ട് ഇത് ഇളക്കുമ്പോൾ എങ്ങനായാലും ഒരു മുള്ള് കൊള്ളും കയ്യിൽ. ഭയങ്കര വേദനയാണ്. ഇതിൻ്റെ മുള്ള് ആരെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇതിൻ്റെ വേദന എങ്ങനെ ഉണ്ടെന്ന്. എന്ന് ഞാൻ പൂല പിടിച്ചാൽ ഉറപ്പായിട്ട് ഒരു മുള്ളെങ്കിലും എൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കത്തില്ല. പ്രത്യേകിച്ചും കയ്യിലത് കൊള്ളുന്നത്. ഒരു വട്ടം പൂലാട് മുള്ള നല്ല വൃത്തിയായിട്ട് എൻ്റെ കൈ കൊണ്ടായിരുന്നു. നല്ല വൃത്തിയിൽ കൊണ്ട് കയറിയായിരുന്നു. അന്ന് ഭയങ്കര വേദനയും പിന്നെ അവസാനം കയ്യിൽ നിന്ന് നീരായി. പിന്നെ ഞാൻ ചൂണ്ടകളിൽ നിർത്തി അങ്ങ് വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ പോയി എന്നിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി TT എടുത്താണ്. TT എടുത്തതിന് ശേഷമാണ് വേദനയൊക്കെ ഒന്ന് മാറിയതും നീര് കുറഞ്ഞതും. എന്തായാലും അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇരുട്ട് വീണ് തുടങ്ങി. എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുക. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മീനൊന്നും കിട്ടാറില്ല. അപ്പോൾ ശരി, ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവസാനിച്ച് ഞാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.